ചിക്കനാണ്. അപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടത് ഒരു 1/2 കപ്പ് തൈര് വേണം. അത് നന്നായിട്ടൊന്ന് ഉടച്ച് വെച്ചതാണ്. ആ കട്ടൊക്കെ ഒന്ന് ഉടച്ച് ഇതാക്കി വെച്ചിട്ടുള്ള തൈരാണത്. അപ്പോൾ ഇതൊരു 1/2 കപ്പ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് വേണം. അത് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ച അതിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ അതും വേണം. പിന്നെ അത് കൂടാണ്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് എടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലാന്നെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഓയിലായാലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ അത് കൂടാണ്ട് ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി എടുക്കുന്നുണ്ട്. കസ്തൂരി മേത്തി ഇതിലിടുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ക്രഷ് ചെയ്തിട്ടുണ്ട് ഇടാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഈ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിനുശേഷം ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കസ്തൂരി മേത്തി ജസ്റ്റ് ഒന്ന് കൈയോടെ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്കൊരു അല്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് പിന്നെ നോക്കിയിട്ടിട്ടാൽ മതി. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മള് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പൊ നമുക്കിനി ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മള് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഓവണിൽ കുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ഓവണിൽ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 1/2 മണിക്കൂർ കുക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ പാനിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അധികം ഓയിൽ വേണ്ട. നമുക്ക് ജസ്റ്റ് ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു ലെവലിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ പോലെ ആക്കിയെടുത്താൽ മതി നമുക്ക്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ ബട്ടർ അങ്ങനെ കരിയില്ല. ബട്ടർ കരിയണത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ബട്ടർ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പം ചിക്കൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം ഓയിൽ ഒഴിച്ചാൽ മതി. വളരെ കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഈ സെയിം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം പാനിനാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഓയിൽ ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ 2 ചെറിയ സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഞാനൊരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ അല്ലി 5-10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ചതച്ചു കൊടുത്തതാണ്. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക്
നമുക്ക് ഇതിലേക്ക് ഒരു 6 കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. വലിയ തക്കാളിയാണ്, ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട് ഞാനിത്. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇപ്പം നമ്മളെ തക്കാളി സബോളയൊക്കെ വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. ഇപ്പം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത സബോളയുടെയും തക്കാളിയുടെയും മസാല ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അതിന് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. പാൻ അധികം ചൂടാവണ്ട, കാരണം ബട്ടർ ഇടുമ്പോൾ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ബട്ടർ പെട്ടെന്ന് തന്നെ കരിയും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനൊരു 50 ഗ്രാം ബട്ടറാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ഉണക്ക മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കറുകപ്പട്ട, ഒരു 2 കരയാമ്പൂ, 3 ഏലക്കായാണ് എടുത്തേക്കണത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച തക്കാളിയുടെയും സബോളയുടെയും ആ പേസ്റ്റ് അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം, അത് ആ മിക്സി നമ്മൾ അടിച്ച മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇതിൽ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഓരോരുത്തരെ വേണ്ട കട്ടി അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് കൂട്ടി കുറയ്ക്കുക ചെയ്യുമ്പോൾ അധികം കട്ടി ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കണം. അത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് തന്നെ വേണം ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭംഗിക്ക് അതിൻ്റെ മേലെ അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരല്പം ഫ്രഷ് ക്രീം അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഓഫ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് അമിയാസ് കിച്ചൺ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എൻ്റെ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക.